താങ്കൾ ഈ വെല്ലുവിളിക്കുന്നത് മെഡിക്കൽ സയൻസിനെയാണ്. എന്ന് വെച്ചാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും താങ്കൾ ഈ പറയുന്ന EFT മൂലം പരിഹരിക്കാമെങ്കിൽ നമുക്ക് എന്തിനാണ് ഈ ഡോക്ടേഴ്സ്, ഈ ലോകത്ത് ആശുപത്രികൾ എന്തിനാണ്? എല്ലാവരും സെൽഫ് ഇതുപോലെ തന്നെ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്താൽ പോരെ എന്നൊരു ചിന്ത വന്നാൽ അതിന് തെറ്റില്ലല്ലോ. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്ത വരും. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒരു പക്ഷേ നമുക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ആക്സിഡൻസ്, ഇപ്പോൾ എല്ലിന് ക്ഷതം വരിക, പൊട്ട് വരിക, പെട്ടെന്ന് ആക്സിഡൻറ്റിൽ ഇത്ര ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് അവിടെയൊക്കെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് വേണം. തീർച്ചയായിട്ടും. ഇപ്പോൾ ബ്ലഡ് ഒക്കെ നിൽക്കണമെങ്കിൽ അതിൻ്റെ മെഡിസിൻ വേണം. ചിലപ്പം ചില പെട്ടെന്നുള്ള സർജറി ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ നീഡാണ്. അതിനൊന്നും നമ്മൾ ഒരിക്കലും എതിരല്ല. എന്നാൽ ഇതല്ലാത്ത ഇത് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്ക് അങ്ങനെ സ്ട്രെസ് പാറ്റേൺ ഉണ്ടെങ്കിൽ ഇതിനെ വേഴ്സൺ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും അവിടെ റിലീഫ് കൊടുക്കാം, പെയിന് റിലീഫ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ബേസിക്കലി അവർക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വേണം. എന്നാൽ അതിൻ്റെ കൂടെ ഈ സ്ട്രെസ് പാറ്റേൺ കാരണമായിട്ടുണ്ടാവുന്ന നല്ലൊരു ശതമാനം ഡിസീസും ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഇതിനെ ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതിന് ഫ്രീഡം നൽകാൻ പറ്റും എന്നുള്ളതാണ്.